എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്താണ്, ഒരു അക്ഷരങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ മാതൃഭാഷ ഏതാണ്? മലയാളമാണ് അല്ലേ? മാതൃഭാഷയാണ് മലയാളം. നമ്മുടെ അമ്മയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് മലയാളവും. അപ്പോൾ ആ മലയാളത്തിലെ അക്ഷരങ്ങളെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അക്ഷരങ്ങൾ കൂടി പദങ്ങളുണ്ടാവും, പദങ്ങൾ കൂടി എന്തുണ്ടാവും, വാക്കുകൾ അല്ലേ, വാചകങ്ങൾ, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അക്ഷരങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ നമുക്കൊരു പാട്ട് പാടിയാലോ? നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ? ചിത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്? ഇതിൽ ഓരോന്നും നമുക്ക് കാണാൻ കഴിയും. ഏതൊക്കെയാണ്? ഇതിൽ 2 കുട്ടികളെ കാണുന്നുണ്ട് അല്ലേ? നമ്മൾ ആദ്യം കാണുന്നത് 2 കുട്ടികളെയാണ്. പിന്നെ എന്താ വെച്ചാൽ അവരെന്തോ നടുകയാണ് അല്ലേ? ഒരു ചെടി നടുകയാണ്. ഈ ചെടി എന്താണ്? ഇങ്ങനത്തെ ചെടിയാണ് അല്ലേ? ഒറ്റത്തടിയായി വളരുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിനെ എന്താ പറയുക? പന എന്നാണ് പറയുക. ഇത് പനയാണ്. അപ്പോൾ ഈ പനയുടെ ചെടിയാണ് അവർ ഇതിൽ നട്ടിരിക്കുന്നത്. പിന്നെ എന്താണ്? അപ്പോൾ ഇവിടെ ഒരു തറ പോലെ ഉണ്ടാക്കി. ഇതിനെയാണ് തറ എന്ന് പറയുക. ഈ തറയിൽ എന്താണ് വെച്ചത്? പനയാണ് വെച്ചത് അല്ലേ? പിന്നെ എന്ത് കാണാണ്ട്? പറവ അല്ലേ? കിളി. ഈ പറവേനെ കാണാണ്ട്. പിന്നെ എന്താ കാണാല്ലേ? കുറച്ച് ചെടികൾ കാണാണ്ട്, ചെടികളിൽ പൂക്കൾ കാണാണ്ട്. പിന്നെ എന്ത് കാണാണ്ട്? ഒരു കുഞ്ഞി പുഴുവിനെ കാണാണ്ട്. പുഴു എന്ത് തിന്നുണ്ട്? ഇല തിന്നുണ്ട് അല്ലേ? കുറച്ച് ഇലകൾ തിന്നുണ്ട് പുഴു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയണത്. കുറച്ച് മരങ്ങൾ അവിടെ ദൂരെയായിട്ട് ഒരു പച്ചപ്പ് കാണാല്ലേ? കണ്ടോ? മലകളിലെ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികൾ കാട് പിടിച്ച് നിൽക്കുന്നതും കാണാനുണ്ട്. ഈ കുട്ടി എന്താണ് വെച്ചിരിക്കണേ? പൂവാണ് വെച്ചിരിക്കണേ. തലയിലാണ് പൂ വെച്ചിരിക്കണേ അല്ലേ? എവിടെയാണ് പൂ വെച്ചിരിക്കണേ? തലയിൽ അല്ലേ പൂ വെച്ചിരിക്കണം. അപ്പം നമുക്ക് ഒരു പാട്ട് പാടാം. എന്താണ്? തറ കെട്ടി പറ വെച്ചു, പറ നിറയെ പൂ വെച്ചു, തറയിൽ ചെറുപന വെച്ചു. എന്താണ് ചെയ്തത്? തറ കെട്ടി. ആദ്യം നമ്മൾ പറയേണ്ടത് ഇത്. തറ കെട്ടി പറയാണ് വെച്ചത്. പറ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? നെല്ല് അളക്കാനാണ് പറ ഉപയോഗിക്കുക അല്ലേ? പല വീടുകളിലും നമുക്ക് കേരളത്തിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും പറ ഉണ്ടാവുന്നത്. എന്തിനാണ് പറ? നെല്ല് അളക്കാൻ, ധാന്യങ്ങൾ അളക്കാനാണ് പറ ഉപയോഗിക്കുന്നത്. ആ പറയിൽ എന്താ വെച്ചതെന്ന് പറഞ്ഞേ? പൂവാണ് വെച്ചത് അല്ലേ? പലതരത്തിലുള്ള പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? റോസപ്പൂവ്, മല്ലിപ്പൂവ്, പിച്ചിപ്പൂവ് അല്ലേ, തുളസിപ്പൂവ്, അങ്ങനെ കുറേ തരം പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പൂവാണ് വെച്ചു എന്ന് പറഞ്ഞേ. ഏതിലാണ് വെച്ചത്? പറയിലാണ് വെച്ചത് അല്ലേ? എന്നിട്ട് തറയിൽ എന്ത് വെച്ചു എന്ന് പറഞ്ഞേ? തറയിൽ ചെറിയ ഒരു പനയാണ് വെച്ചത്. തറയിൽ ചെറുപന വെച്ചു. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പാടി നോക്കാം. തറ കെട്ടി പറ വെച്ചു, പറ നിറയെ പൂ വെച്ചു, തറയിൽ ചെറുപന വെച്ചു. അപ്പോൾ എന്താണ്? തറ കെട്ടി. തറ കെട്ടി പറ വെച്ചു, പറ നിറയെ എന്ത് വെച്ചു? പൂ വെച്ചു, തറയിൽ ചെറുപന വെച്ചു. ഒറ്റത്തടിയായി വളരുന്ന ഒരു മരമാണ് ഏത്? പന. തെങ്ങും പനയൊക്കെ ഒറ്റത്തടിയായി വളരുന്ന വൃക്ഷം എന്നാണ് മരത്തിന് പറയുക. വൃക്ഷമാണ്. ഒറ്റത്തടിയായി വളരുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉത്തരം എഴുതുക? പന എന്നുള്ള ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തറ തന്നിട്ടുണ്ട്. ഇത് പറ, ഇതാണ് പന. ഇനി നമുക്ക് എഴുതാൻ പഠിക്കാം. എങ്ങനെയാണ്? നമുക്ക് ആദ്യ അക്ഷരം നമ്മൾ പഠിക്കുന്നത് എന്താണ്? റ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. റ എങ്ങനെയാണ് എഴുതുക? ഇവിടെ നമ്മൾ താഴത്തെ എന്താണ്? നീല വര അല്ലേ? 2 ലൈനിലാണ് നമ്മൾ എഴുതുക.
അതായത് 2 വര കോപ്പി. അതിലാണ് നമ്മൾ എഴുതുക. ഇവിടെ താഴെയിൽ നിന്ന് എന്ത് ചെയ്യണം? മുകളിലേക്ക് നമ്മൾ എഴുതണം. ഇതാണ് റാ. ഇങ്ങനെയാണ് റാ എഴുതുക. ഇതാണ് റാ. ഇങ്ങനെ റാ എഴുതണം. നോക്കൂ, ഇതാണ് റാ. ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി പിന്നെ ഒന്ന് ചരിച്ച് എഴുതണം. ഇതാണ് റാ. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊടുന്ന് എങ്ങനെ വരണം? ഇത് മുട്ടാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് മുകളിൽ വന്ന് ഇതിൽ ബ്ലൂ ലൈനിൽ മുട്ടണം. എന്നാൽ മാത്രമേ കറക്റ്റായി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതി പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? പറഞ്ഞെഴുതി പഠിക്കണം. ഇപ്പം നമ്മൾ ഇത് എഴുതാണ് വിചാരിക്കൂ, റാ. എന്താണ് പറയുക? റാ. ഇത് റാ. ഇനി നമുക്ക് അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. നമ്മൾ എന്ത് പഠിച്ചു? അപ്പോൾ റാ എന്ന് എഴുതാൻ പഠിച്ചു അല്ലേ? ഇനി നമ്മൾ പഠിക്കുന്നത് അടുത്ത അക്ഷരം രാ ആണ്. രാ എങ്ങനെയാണ് എഴുതുക? റാ എഴുതുക. റാ എഴുതണത് എങ്ങനെയാണെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ ആ റാ എഴുതി ഉള്ളിൽ കൊടുത്ത രാ ആയി. എങ്ങനെയാണത്? ഇങ്ങനെ എഴുതി ഉള്ളിലേക്ക് കൊടുത്ത രാ. ഇങ്ങനെ എഴുതി ഉള്ളിൽ കൊടുത്ത രാ. ഇങ്ങനെ എഴുതി ഉള്ളിൽ കൊടുത്താലാണ് രാ. എങ്ങനെയാണ്? ഇങ്ങനെയാണ് രാ എഴുതുക. റാ എഴുതി ഉള്ളിൽ കൊടുത്ത രാ. റാ എഴുതി ഉള്ളിൽ കൊടുത്ത രാ. രാ. എന്താണ്? രാ. ഇനി അടുത്ത ലെറ്റർ നമുക്ക് നോക്കാം. നിങ്ങൾ 2 വരയുള്ള പുസ്തകത്തിൽ ടീച്ചറിൻ്റെ ഒപ്പം എഴുതി നോക്കണം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ബുക്ക് എടുത്തു കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇങ്ങനെ റാ എഴുതി ഉള്ളിൽ കൊടുക്കുമ്പോഴാണ് രാ എന്നാവണത്. ഇനി അടുത്ത അക്ഷരം പഠിക്കാം. അടുത്ത അക്ഷരം എന്താണ്? താ ആണ്. എന്താണ് ഇതിന് പറയുക? താ. താ എങ്ങനെയാണ് എഴുതുക? റാ എഴുതാൻ പഠിച്ചു അല്ലേ? നമ്മൾ റാ എഴുതി എങ്ങനെയാണ് റാ എഴുതിയത്? ഇങ്ങനെ റാ എഴുതി ഉള്ളിൽ കൊടുത്തു. അപ്പം രാ ആയി. ഇനി പുറത്തേക്ക് വലിച്ചാൽ താ ആയി. എന്താണ്? റാ എഴുതി ഉള്ളിൽ കൊടുത്ത് പുറത്തേക്ക് വലിച്ചാൽ താ ആയി. റാ എഴുതി ഉള്ളിൽ കൊടുത്ത് പുറത്തേക്ക് വലിച്ചാൽ താ. അപ്പോൾ പറഞ്ഞ് എഴുതണം. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞെഴുതുക. താ. റാ എഴുതി ഉള്ളിൽ കൊടുത്ത രാ ആയി. പുറത്തേക്ക് വലിച്ചാൽ താ ആയി. താ. എങ്ങനെയാണ് എഴുതണ്ടേ? ഇങ്ങനെ എഴുതി ഇങ്ങനെ. അപ്പം നിങ്ങൾ ഓരോരുത്തരും അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങൾ ഇത് നന്നായി എഴുതി പഠിക്കണം. അടുത്ത ലെറ്റർ പറയാം. അടുത്ത അക്ഷരം പറയാം. ഇതെന്താണ്? പാ ആണ് അല്ലേ? ഇതിനെന്താ പറയുക? പാ. അപ്പോൾ നമ്മൾ റാ പഠിച്ചു, രാ പഠിച്ചു, താ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണതാണ് പാ. അപ്പോൾ എന്തൊക്കെ എഴുതിയെന്ന് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ഇങ്ങനെ വന്ന റാ. റാ എഴുതി ഉള്ളിൽ കൊടുത്ത രാ. റാ എഴുതി ഉള്ളിൽ കൊടുത്ത് പുറത്തേക്ക് വലിച്ച താ. ഇത്രയും നമ്മൾ എഴുതി അല്ലേ? ഇനി പാ എങ്ങനെ എഴുതുക? ചെറിയ ഒരു റാ എഴുതുക. മുട്ടണ്ട, പകുതിയിൽ വന്നാൽ മതി. ഇനി ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് മുകളിലേക്ക് എത്തുക. ഇതാണ് പാ. ചെറിയ ഒരു റാ എഴുതി ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ, അതായത് ഇങ്ങനെ എഴുതി പിന്നെ മുകളിലേക്ക് കൊടുക്കുക. ഇത് കൈയെടുക്കാണ്ട് ചെയ്യണം. റാ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ. ഇതാണ് പാ. ഏതാണ് പാ? ചെറിയ ഒരു റാ എഴുതി ഇങ്ങനെ വലിച്ചു മുകളിലേക്ക് വലിച്ചു. ഇതാണ് പാ. പറഞ്ഞെഴുതൂ. പാ. എന്താണ്? പാ. ഇനി അടുത്ത
അടുത്തത് നമുക്ക് ഇതുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം. എന്തൊക്കെ വാക്കുകളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റാ പഠിച്ചു, രാ പഠിച്ചു, താ പഠിച്ചു, പാ പഠിച്ചു. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കാം? എന്താണ് ഉണ്ടാക്കുക? നമുക്ക് തായും റായും കൂട്ടി തറ എന്ന് എഴുതാം അല്ലേ? താ എഴുതി റാ എഴുതിയ തറ എന്നായി. ഇനി പാ എഴുതി റാ എഴുതിയാൽ എന്തായി? പറ എന്നായി. ഇനി എന്തായി? ഇത് തറ എഴുതാൻ പറ്റും, പറ എഴുതാൻ പറ്റും അല്ലേ? തറയും എഴുതി പറയും എഴുതി. ഇനി ഒരു വാക്കും കൂടി എഴുതാൻ പറ്റും ഇതിന്ന്. എന്താണത്? പദ എന്ന് എഴുതാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മമാരൊക്കെ തുണി കഴുകുമ്പോൾ അല്ലേ, നമ്മുടെ ഡ്രസ്സുകളൊക്കെ അലക്കുമ്പോൾ എന്ത് കണ്ടിട്ടുണ്ട്? സോപ്പ് ഇങ്ങനെ ബക്കറ്റിലെ വെള്ളത്തിലിട്ട് കൈ കൊണ്ട് ഒന്ന് ആക്കിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വരും? പദ വരും. അതാണ് പദ. നെക്സ്റ്റ് ക്ലാസ്സിൽ ടീച്ചർ പദയുടെ ചിത്രം കാണിച്ചു തരാം. അപ്പോൾ പദ എന്നും കൂടി നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെ എഴുതാം? തറ എഴുതാം, പറ എഴുതാം, പദ എഴുതാം അല്ലേ? രാ വെച്ചുള്ള വാക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിച്ചത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. എന്തൊക്കെയാണ്? തറ പഠിച്ചു, പറ പഠിച്ചു, പന പഠിച്ചു അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം തറ, പറ, പന. പിന്നെ എന്താണ് ടീച്ചർ പറഞ്ഞേ? ഈ പായും തായും കൂടി യോജിച്ചാൽ നമുക്ക് പദ എന്നുള്ള ഒരു വാക്കും കൂടി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടീച്ചർ ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റേഴ്സ്, അടുത്ത അക്ഷരങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.